ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അതിനുശേഷം മാർക്കറ്റ് 24,200ലേക്ക് വന്നു. 24,200ൽ നിന്നും ഒരു സപ്പോർട്ട്. ഈ 24,200 ശരിക്കും ആ ഒരു സമയത്ത് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറവായിരുന്നു, ഒരു സപ്പോർട്ടീവ് ഏരിയ ആയിരുന്നു. പക്ഷേ എനിക്കവിടെ ഒരു ബെയറിഷ് വ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഈ 24,300ലേക്ക് വരുവാണെങ്കിൽ ഒരു ബെയറിഷ് ട്രേഡ് എടുക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 10-20ൽ കഴിഞ്ഞതിന് ശേഷം 10-25 ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഒരു ബെയർ കോൾ സ്പ്രെഡ് എടുത്തു. 24,300 ബൈ ചെയ്തു. അതുപോലെ തന്നെ 24,500ൻ്റെ ഒരു കോള് അവിടെ ബൈ ചെയ്തു. 24,300ൻ്റെ ഒരു കോള് സെല്ല് ചെയ്തു. പക്ഷേ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സായി മുകളിലേക്ക് പോയി. അപ്പോഴേക്ക് ഞാൻ എൻ്റെ വ്യൂ ചേഞ്ച് ചെയ്തു. ഈ ഒരു 10:35 ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആ ഒരു എൻട്രിയിൽ ഞാനൊരു പൊസിഷൻ കൂടെ ആഡ് ചെയ്തു. ഒരു ബുൾ പുട്ട് സ്പ്രെഡ് അവിടെ ആഡ് ചെയ്തു. മാർക്കറ്റ് റിവേഴ്സ് ആകുകയെന്ന് കണ്ടത് എൻ്റെ പൊസിഷൻ ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം മുകളിലൊക്കെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ പൊസിഷൻസ് എക്സിറ്റ് ചെയ്തു. എൻ്റെ ഇനീഷ്യൽ കോൾ ലെഗ് ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ ഒരു 24,350 ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും ഒരു പുട്ട് സ്പ്രെഡ് എടുത്തു. അത് ഞാൻ ഈ ഒരു ലെവലിൽ 24,400 ലെവലിൽ എക്സിറ്റ് ചെയ്തു. അതൊക്കെ പ്രോഫിറ്റ് ആയിരുന്നു. അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് ഇനിയും വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ ശരിക്കും ഇവിടെ 24,500 ഒക്കെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ഞാനൊരു എൻട്രി എടുത്തു, ഒരു ബുൾ കോൾ സ്പ്രെഡ് എടുത്തു. ആ ഒരു ബുൾ കോൾ സ്പ്രെഡാണ് ശരിക്കും എനിക്ക് നല്ലൊരു ലോസ് വന്നു. അപ്പോൾ അതുവരെയുള്ള എൻട്രി നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം. ഇനീഷ്യലി 24,300ൻ്റെ കോള് സെല്ല് ചെയ്തു, 500ൻ്റെ കോള് ബൈ ചെയ്തു. അത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്, ഈ ഒരു ക്യാൻഡിലാണ്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് എന്ന് കണ്ടതുകൊണ്ട് 24,300 ഒരു ബുള്ളിഷ് ട്രേഡ് എടുത്തു. 24,300ൻ്റെ പുട്ട് സെല്ല് ചെയ്തു. 24,100ൻ്റെ പുട്ട് ബൈ ചെയ്തു. ഒരു ബുൾ പുട്ട് സ്പ്രെഡ് 10.35ൻ്റെ ആ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ അവസാനം ഇത് തുടങ്ങുമ്പോഴേക്കും ഞാൻ ആ ഒരു എൻട്രി എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ആ കോൾ ലെഗ് അവിടെ എക്സിറ്റ് ചെയ്തു. ഇനീഷ്യൽ ബെയർ കോൾ സ്പ്രെഡ് എക്സിറ്റ് ചെയ്തു. പിന്നീട് വീണ്ടും അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ ആ ഒരു ബെയർ പുട്ട് സ്പ്രെഡും അവിടെ എക്സിറ്റ് ചെയ്തു. വീണ്ടും തന്നെ ഞാനൊരു പുട്ട് സ്പ്രെഡ് വീണ്ടും എടുത്തു 350. അതിനുശേഷം ആ പുട്ട് സ്പ്രെഡും 10.56 അത് എക്സിറ്റ് ചെയ്തു. പിന്നീട് ഈ 11:20 വന്ന ഈ ഒരു ക്യാൻഡിൽ ഞാൻ ബുൾ കോൾ സ്പ്രെഡ് എടുത്തത്. ഈ ബുൾ കോൾ സ്പ്രെഡ് ഇവിടെ എടുത്തു. അതാണ് എനിക്ക് ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു റിവേഴ്സിൽ വന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. 11:20 അതിനുശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു 11:27 ഞാൻ എൻ്റെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്തു. പിന്നെ എൻ്റെ ലാസ്റ്റ് ട്രേഡ് ഞാൻ എടുത്തത് 11:32 നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ സമയത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ 24,500 എന്താണെങ്കിലും ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് താഴേക്ക് പോകാനാണ് ഒരു പോസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ബെയർ കോൾ സ്പ്രെഡ് എടുത്തു. പക്ഷേ ആ ബെയർ കോൾ സ്പ്രെഡ് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു പൊസിഷൻ എക്സിറ്റ് ചെയ്തു. എന്നിരുന്നാലും എനിക്ക് ആ ഒരു പൊസിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ് പക്ഷേ ഇവിടെ ഓർഡർ കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് ഇത്രയും ചാർജസ് നല്ല രീതിയിൽ ലോസായിട്ട് വന്നു. ഇത്രയും ചാർജസ് അതിൻ്റെ ലോസാണ്. പക്ഷേ എന്നിരുന്നാലും അത് ശരിക്കും ആ ഒരു ഓവർ ട്രേഡിംഗ് എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഞാൻ ഇനീഷ്യൽ ആ കോൾ പൊസിഷൻ ഇവിടെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ, ഫൈനൽ എടുത്ത ആ ഒരു കോൾ പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ വരെ എനിക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് വന്നേനെ. അപ്പം അങ്ങനെ എനിവേ ഓക്കെ ട്രേഡേഴ്സ്, താങ്ക് യു.